വിശദമായ റിപ്പോർട്ടിലേക്ക്. വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. മൂന്നാറിൽ പൊമ്പിളെ ഒരുമൈ സമരത്തിൽ നിന്നും ഗോമതി പിന്മാറിയെന്ന ഏറ്റവും പുതിയ വാർത്തകൾ കൂടി നിലവിൽ ലഭിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, എന്താണ് സംഭവിച്ചത്? അത് ജോർജറ്റ്, വളരെ നാടകീയമായ രംഗങ്ങൾക്കാണ് ഇപ്പോൾ മൂന്നാർ സമരവേദി സാക്ഷ്യം വഹിക്കുന്നത്. ആം ആദ്മി നേതാവായ CR നീലകണ്ഠൻ ആരോഗ്യ പ്രശ്നങ്ങളാൽ ആശുപത്രിയിലേക്ക് മാറിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഗോമതി സമരപ്പന്തലിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്നാൽ ഇവർ ഇറങ്ങിപ്പോകുന്നത് കണ്ട് മാധ്യമപ്രവർത്തകർ ഇവരെ വളയുകയും ചെയ്തു. എവിടെ പോകുന്നു എന്നുള്ള ചോദ്യത്തിലാണ് താൻ സമരം നിർത്തി പോകുന്നു എന്നുള്ള കാര്യം ഇവർ പറഞ്ഞത്. പിന്നീട് ഈ നിലപാടുകൾ മാറ്റുകയും ചെയ്തു. ഇവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ആം ആദ്മി പാർട്ടിയുടെ യാതൊരു പിന്തുണ ഞങ്ങൾക്ക് വേണം, എന്നാൽ അവർ ഞങ്ങളോടൊപ്പം നിരാഹാരം കിടക്കുന്നത് ശരിയായ കാര്യമല്ല, അത്തരത്തിലുള്ള കാര്യങ്ങളോട് തങ്ങൾ യോജിക്കുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഗൗതമി ഇപ്പോഴും മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുമായി ഒത്തുപോകാൻ കഴിയില്ല എന്ന് തന്നെ അസന്നിഗ്ധമായിട്ട് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ സ്ഥിതിയിൽ സമരം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഗോമതി ഉള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവർ പറയുന്നത് CR നീലകണ്ഠൻ ആശുപത്രിയിലേക്ക് മാറിയതിനു ശേഷം തനിക്ക് നിരവധി ഫോൺ കോളുകൾ വന്നിരുന്നു. ഇതെല്ലാം തന്നെ ആം ആദ്മി പാർട്ടിയാണ് സമരം ഏറ്റെടുത്ത് നടത്തുന്നത് എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് ഇതിൽ നിന്ന് ലഭിച്ചത്. ഇതിൽ താൻ വളരെ ദുഃഖിതനാണ്. ഇതുകൊണ്ട് തന്നെയാണ് താൻ സമരത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിക്കുകയും ഇതനുസരിച്ച് സമരപ്പന്തൽ വിടാനും തീരുമാനിച്ചത്. എന്നാൽ സഹപ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങിയിരുന്നു. അവർ തമ്മിൽ തർക്കിക്കുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൗസല്യയും ഒപ്പം നിരാഹാരം അനുഷ്ഠിക്കുന്ന കൗസല്യയും എല്ലാവരും തർക്കിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകർ ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറെടുക്കുകയാണ്. കാരണം CR നീലകണ്ഠന് ശേഷം വീണ്ടും ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും വനിതാ വിങ്ങിന്റെ ഇൻചാർജുമായ റാണി ആൻഡ്രൂ ആണ് നിരാഹാര സമരം ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നത്. അവർ പ്രകടനമായി ഈ വേദിയിലേക്ക് എത്തുകയും ചെയ്തു. വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ് മാധ്യമങ്ങളെ ഗോമതി കാണുകയും ചെയ്തിരിക്കുന്നത്. ജോർജറ്റ്. ലെസ്ലി, ജോർജറ്റ് അല്ല, അരുണാണ് ന്യൂസ് റൂമിൽ നിന്ന്. മറ്റൊരു കാര്യം കൂടി, ഈ വളരെ സുപ്രധാനമായ ഗൗരവമുള്ള വാർത്ത കൂടിയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. കാരണം വലിയ ഒരു അളവോളം അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്ത തന്ത്രപരമായ ഒരു സാഹചര്യം നിന്നിരുന്നു. നമുക്കറിയാം, AK മണി കഴിഞ്ഞ ദിവസം ലെസ്ലിയോട് തന്നെ പറഞ്ഞൊരു കാര്യം ഇതാണ്. അതായത് തൊപ്പി സമരമാണ്, അവർ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ്. ഈ വസ്തുത കൂടി യഥാർത്ഥത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ നിലവിൽ? തീർച്ചയായും പ്രാദേശിക ഘടകങ്ങളിൽ നിന്നും യാതൊരു തരത്തിലുള്ള പിന്തുണയും തങ്ങൾക്കില്ല എന്ന തിരിച്ചറിവും ഗോമതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏതുവിധനെയും ഈ സമരം നിർത്തി പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മറ്റാരും കാണാതെ വേദിയിൽ നിന്നും ഇവർ പുറത്തേക്ക് പോയത്. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട മാധ്യമങ്ങളാണ് ആദ്യം ഗോമതിയെ വളഞ്ഞിട്ട് വിവരങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. താൻ സമരം നിർത്തിപ്പോകുന്നു എന്ന കാര്യമാണ് ആദ്യഘട്ടത്തിൽ ഇവർ പറഞ്ഞത്. എന്നാൽ തിരിച്ച് സമരപ്പന്തലിൽ എത്തിയ ശേഷം സഹപ്രവർത്തകരുടെ സംസാരിച്ച ശേഷമാണ് ഈ നിലപാട് മാറ്റിയത്. ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് തങ്ങൾ സമരവുമായി മുൻപോട്ട് പോകാനില്ല എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തു. വരുന്നു ഈ 4 പേർ നടത്തുന്ന, അതായത് ഈ പ്രാദേശിക പിന്തുണ ഇല്ലാതെ 4 പേർ മാത്രം നടത്തിയ ഒരു സമരത്തെയാണ് ഒരളവോളം ഇങ്ങനെ മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഈ ഘട്ടത്തിൽ എത്തിച്ച് നിർത്തിയത്. പൂർണ്ണമായും സമരത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറഞ്ഞാണോ ഗോമതി പോയത്? ഒരു ആദ്യത്തെ വൈകാരികമായ അവരുടെ ഒരു പ്രതികരണം അത്തരത്തിൽ തന്നെയായിരുന്നു. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിനാണ് അവർ മറുപടി പറഞ്ഞ് ഞാൻ നിർത്തിപ്പോകുന്നു എന്ന് സാധാരണ മട്ടിൽ പറഞ്ഞിറങ്ങുകയാണ് ചെയ്തത്. എന്തായാലും അരുൺ, ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകർ ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്യുന്നു. ലെസ്ലി ജോൺ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വളരെ നിർണായകമായ വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. പൊമ്പിളെ ഒരുമയുടെ പേരിൽ, അങ്ങനെ പറയാനാവില്ല എങ്കിൽ പോലും 4 പേർ മാത്രം ചെയ്തിരുന്ന സമരമാണ് മൂന്നാറിൽ നടന്നിരുന്നത്. MM മണിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് 4 പേർ മാത്രം നടത്തിയിരുന്ന പ്രാദേശിക സമരം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിനെ രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയും UDF നേതാക്കൾ സമരവേദിയിലേക്ക് എത്തുകയും BJPയും ഒപ്പം ആം ആദ്മി പാർട്ടി അതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. ആ ഘട്ടത്തിൽ, അതായത് തൊപ്പി സമരമാണ് മൂന്നാറിൽ നടക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാവ് AK മണി പറഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വന്ന
വേദിയിലേക്ക്, സമരപന്തലിലേക്ക് മണി അദ്ദേഹം പ്രതിഷേധം കൊണ്ട് എത്താതിരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ അളവോളം തരത്തിൽ പ്രാദേശികമായി കോൺഗ്രസ് നേതാക്കൾക്കും UDF നേതാക്കൾക്ക് പോലും വലിയ തരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടായിരുന്ന ഒരു സമരമാണ്. അതിനെ ഹൈജാക്ക് ചെയ്തു ആം ആദ്മി പാർട്ടി എന്ന പൊതുവികാരം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അവിടെ നിന്ന് ആ സമരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നാണ് ഗോമതി പറഞ്ഞത് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ലഭിക്കുന്നത്, സൂചനകൾ പ്രകാരം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ഇതിന്റെ വസ്തുതകൾ അവർക്ക് വളരെ കൃത്യമായി മനസ്സിലായി എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി നിലവിൽ എന്തായാലും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഏറെ സമ്മർദ്ദം ഉണ്ടായെങ്കിലും ഗോമതിയും CR നീലകണ്ഠനും ഇരിക്കുന്ന സമരപന്തലിൽ പ്രാദേശിക നേതാക്കൾ അടക്കം AK മണിയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക നേതാക്കൾ പോലും എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പൂർണ്ണമായും ഒറ്റപ്പെട്ട 4 പേരോളം മാത്രം ഉണ്ടായിരുന്ന ഒരു സമരം, അവിടെ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ കൂടിയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും അവിടെ നിന്നാണ്, ആ സമരത്തിൽ നിന്നാണ് പൂർണ്ണമായും സമരം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിൽ ഗോമതി പ്രഖ്യാപിക്കുകയും സമരപന്തൽ വിട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. സമരപന്തലിൽ നിന്നും ഗോമതി ഇറങ്ങിപ്പോയി എന്ന വാർത്തയാണ് നിലവിൽ ലഭിക്കുന്നത്. ആദ്യ ദിവസം M M മണിയുടെ ഈ പ്രസ്താവന വന്ന ദിവസം തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, 4 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും വലിയ തരത്തിലുള്ള പ്രകടനപരത അവർ മൂന്നാറിൽ കാണിക്കുകയും വലിയ തരത്തിലുള്ള മാധ്യമ ശ്രദ്ധ ഇക്കാര്യത്തിൽ കിട്ടുകയും ചെയ്തിരുന്നു. തുടർന്നാണ് തുടർ സമരങ്ങൾ ഉണ്ടാവുകയും അതിനെ രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അതിനുശേഷം മൂന്നാറിൽ തൊഴിലാളികൾക്ക് 1 ഏക്കർ വീതം എഴുതി നൽകണം എന്ന പുതിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ സമരം നടത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ പുതിയ വാർത്ത പുറത്തുവരുന്നത്.